എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ എന്താ പറയാമെന്ന് പറഞ്ഞാൽ, ഞാനിതിൽ നടക്കുമ്പോൾ കണ്ട കാഴ്ച ഇതുവരെ തേടി നടക്കുന്ന ഒരു പൂച്ചയാണ്. എൻ്റെ ഉടമസ്ഥരെ തിരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അപ്പോൾ അതിൻ്റെ കരച്ചിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും ഹൃദയഭേദകമാണ്. പൂച്ചയ്ക്ക് അതിൻ്റെ ഉടമസ്ഥനെ കാണാനായിട്ട് ഇത്രത്തോളം വേദന ഉണ്ടെങ്കിൽ, മൃഗങ്ങൾക്ക് പോലും ഇത്ര വേദന ഉണ്ടെങ്കിൽ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട അവിടുത്തെ മനുഷ്യർ എങ്ങനെ ഇത് താങ്ങുന്നതെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അവിടെയുള്ള ഓരോ നഷ്ടപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ നമുക്കിനി എന്താ വരാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് അത്രയും പേടിയാണ് തോന്നുന്നത്. ആ പുഴ കണ്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ ശാന്തമായിട്ട് ഒഴുകുന്നു. എല്ലാവരും മനസ്സിനുള്ളിൽ ഇത്രത്തോളം ഭാരം വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. മനുഷ്യനായി പിറന്ന ഒരാൾക്ക് പോലും അവിടുത്തെ കാഴ്ചകൾ അവിടെ സംഭവിച്ചത് കണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മൾ മനുഷ്യരൊന്നുമല്ല. നമ്മൾ മനുഷ്യർ എത്രത്തോളം നമ്മൾ വികസനം വന്നെങ്കിലും കൂടിയിട്ട് നമ്മളെ കയ്യിലെല്ലാം ഒന്നും എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. ഓരോ മനുഷ്യരുടെ സമ്പാദ്യവും എല്ലാം കൂട്ടി വെച്ചുണ്ടാക്കിയ വീടുകൾ, വാഹനങ്ങൾ, വസ്തുവകകൾ ഒക്കെ ഒറ്റൊരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇപ്പോഴും കാണാതായവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉറ്റവരോടെ അവർ അവിടെ അലയുന്ന കാഴ്ച, അത് നമുക്ക് ഒരിക്കലും മനസ്സിലേക്ക് എന്താ പറയുക, ഭയങ്കരമായ വേദന കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ്. ഇനി എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ഒരിക്കലും പറ്റില്ല. അത്രത്തോളം ഇവിടെ അങ്ങനെ നരകതുല്യമായിട്ടുണ്ട്. ഇത്രത്തോളം വലിയൊരു ഉരുൾപൊട്ടൽ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ കേരളത്തിൽ. പൂച്ചക്കുട്ടിയാണെങ്കിലും നായ്ക്കുട്ടികളാണെങ്കിലും നായ്ക്കളെ ഉടമസ്ഥനെ തിരഞ്ഞെടുക്കുന്ന ആ കാഴ്ച ഉണ്ടല്ലോ, അത് നടക്കുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ ഹൃദയഭേദകമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ബാക്കിയായ സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാം. ഒരു വീട്ടിൽ നിന്ന് വന്ന അതാണ് പുതിയ വസ്ത്രങ്ങളും വലിയ വീടുകളും ഒക്കെയുള്ള ആ സ്ഥലത്തിൻ്റെ ഒരു ഘടനയെ മാറിപ്പോയി. അവിടെ വീടുണ്ടായിരുന്നോ, ഇങ്ങനെ പച്ചപ്പുണ്ടായിരുന്നോ ഒന്നും അറിയാൻ പറ്റില്ല നമുക്ക്. വെള്ളം കല്ലുകളും മണ്ണും ചളിയും നിറഞ്ഞു. അപ്പോൾ ആ മഴയും ആ വെള്ളം വന്ന സമയം എങ്ങനെയായിരിക്കും അവർ അനുഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യനായി പിറന്ന ഒരാൾക്കും, മനുഷ്യർക്കും മൃഗങ്ങൾക്കും അത് താങ്ങാൻ പറ്റാത്തൊരു ചിന്തയാണ്. നമ്മളെ സഹോദരങ്ങളായിരുന്നല്ലോ കിടന്ന് നിലവിളിച്ചിരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുകയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. കുറ്റബോധം കൊണ്ട് നമ്മളിങ്ങനെ നീറിപ്പോകുകയും വീട്ടിൽ നടക്കാൻ പോലും കഴിയുന്നില്ല. അസ്വസ്ഥമായി ടെൻഷനായി പോവുകയാണ്.